വീഡിയോ ആണിത്. ന്യൂമോണിയ വരുന്ന സമയത്ത് പേഷ്യൻസിനുണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്, പേഷ്യൻസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മളതിന് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് സാധാരണയായിട്ട് ട്രീറ്റ്മെൻറ്റ് എന്താണ് ന്യൂമോണിയയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ന്യൂമോണിയ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതായത് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ഇപ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഒരു നോർമൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ തന്നെ ന്യൂമോണിയ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതായത് കൃത്യസമയത്ത് അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല, അങ്ങനെ ഈ സിംറ്റംസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് പോകുകയാണെങ്കിൽ ന്യൂമോണിയ ആവാനുള്ള, അതായത് ഒരു ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ന്യൂമോണിയ അല്ലെങ്കിൽ നമ്മൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് കൺസോളിഡേഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് അതിന് ഉണ്ട്. അപ്പോൾ ന്യൂമോണിയ വരുന്ന പേഷ്യൻസിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കിന് പനി, ചിലവർക്ക് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ടെമ്പറേച്ചർ കാണും, ചിലർക്ക് അങ്ങനെ വലുതായിട്ട് ടെമ്പറേച്ചർ വരില്ല, ചുമ കാണും, കഫത്തോടു കൂടിയുള്ള ചുമ കാണും. എപ്പോഴും കഫത്തോടു കൂടിയുള്ള ചുമ കാണണമെന്നില്ല, ചിലർക്ക് ഡ്രൈ കോഫ് മാത്രമായിരിക്കും ന്യൂമോണിയ ഉണ്ടാകുന്നത്. ശ്വാസമുട്ടലുണ്ടാകുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിയർ ന്യൂമോണിയയിലാണ് ശ്വാസമുട്ടലുണ്ടാകുന്നത്. സിവിയർ അല്ല എന്നുണ്ടെങ്കിൽ ശ്വാസമുട്ടലുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ വിശപ്പില്ലായ്മ, പിന്നെ നല്ലതായിട്ടുള്ള നന്നായിട്ട് ക്ഷീണം, ഡീഹൈഡ്രേറ്റഡ് ആയി പോവുക, പിന്നെ അതായത് ചിലവർക്ക് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി, നോസിയ പോലെ ഉണ്ടാവും, ചിലർക്ക് തലവേദന. ഇതൊക്കെയാണ് യൂഷ്വലി ന്യൂമോണിയയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ന്യൂമോണിയ ഓൾറെഡി ബ്രോങ്കിയൽ ആസ്മ അല്ലെങ്കിൽ COPD അങ്ങനെ ഓൾറെഡി എന്തെങ്കിലും റെസ്പിറേറ്ററി റെസ്പിറേറ്ററി ഡിസീസ് ഉള്ള പേഷ്യൻ്റാണ് ന്യൂമോണിയ വരുന്നതെങ്കിൽ ന്യൂമോണിയ വരുന്ന സമയത്ത് ഈ ചുമ, ഈ ഇൻഫെക്ഷനോട് ബന്ധപ്പെട്ട് വീസിങ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂമോണിയ നമ്മൾ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻസിന് നമ്മൾ ആദ്യം ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനാണ് ചെസ്റ്റ് എക്സ്റേ. മസ്റ്റായിട്ട് ചെസ്റ്റ് എക്സ്റേ എടുക്കേണ്ടതാണ്. അപ്പോൾ ചെസ്റ്റ് എക്സ്റേ എടുക്കുന്ന സമയത്ത് നമുക്കതിനകത്ത് ചെസ്റ്റ് എക്സ്റേയിൽ എന്തെങ്കിലും അതായത് കൺസോളിഡേഷൻ ഉണ്ടോ, കൺസോളിഡേഷൻ എന്ന് പറയുമ്പോൾ ന്യൂമോണിയ വരുന്ന പേഷ്യൻസിന് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ചെസ്റ്റ് എക്സ്റേയിൽ കാണുന്ന ഫൈൻഡിംഗ് ആണ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കഫക്കെട്ടുണ്ടോ, ഇൻഫെക്ഷൻ എത്രമാത്രം ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കും. ചെസ്റ്റ് എക്സ്റേ കൂടാതെ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് സ്പ്യൂട്ടം കൾച്ചറിന് വിടുക, അതായത് കഫം കൾച്ചറിന് വിടുന്ന ഒരു ടെസ്റ്റ് ചെയ്യും. അപ്പോൾ കഫത്തിൻ്റെ കൾച്ചർ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ പേഷ്യൻ്റ് ഏത് ആൻറ്റിബയോട്ടിക് കൊടുക്കണമെന്ന് മനസ്സിലാക്കുന്നത്. എപ്പോഴും അതായത് ന്യൂമോണിയ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കില്ല എപ്പോഴും ന്യൂമോണിയ വരുന്നത്, വൈറൽ ഇൻഫെക്ഷൻ കാരണവും ന്യൂമോണിയ വരാം. അപ്പോൾ നമ്മൾ അതിന് ബ്ലഡ് കൗണ്ട്സ് നോക്കും. ബ്ലഡിൽ നമ്മൾ WBC കൗണ്ട് നോക്കും, എത്രമാത്രം കൂടുതലാണോ, ബ്ലഡ് കൗണ്ട് കൂടുതലാണോ, ബ്ലഡ് കൗണ്ട് കുറവാണോ, അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ ഈ കഫം നമ്മൾ ടെസ്റ്റിന് വിടുന്ന സമയത്ത്, കൾച്ചറിന് വിടുന്ന സമയത്താണ് ഏത് ബാക്ടീരിയ ആണെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അതിനൊരു റിപ്പോർട്ട് കിട്ടും. ആ ബാക്ടീരിയ ഏതൊക്കെ മെഡിസിൻ, ഏതൊക്കെ ആൻറ്റിബയോട്ടിക് കൊടുത്താലാണ് ആ ബാക്ടീരിയ, അതായത് ആ ബാക്ടീരിയ നശിക്കുന്നത് എന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് കൾച്ചറിൽ കിട്ടും. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഫർദർ ട്രീറ്റ്മെൻറ്റ് ന്യൂമോണിയയിൽ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അതായത് കൾച്ചർ റിപ്പോർട്ട് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ 3 days എടുക്കും കൾച്ചർ റിപ്പോർട്ട് കിട്ടാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഏതെങ്കിലും ചെറിയ ആൻറ്റിബയോട്ടിക് പേഷ്യൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഓറൽ ആൻറ്റിബയോട്ടിക്, ടാബ്ലറ്റ് ഫോമിലുള്ള ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് പേഷ്യൻറ്റ് അഡ്മിറ്റ് ആക്കി, അതായത് സിവിയർ ന്യൂമോണിയാണ്, എക്സ്റേയിൽ വലിയ കൺസോൾട്ടേഷനൊക്കെ ആണെങ്കിൽ പേഷ്യൻറ്റ് മസ്റ്റായിട്ട് അഡ്മിറ്റ് ആക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ന്യൂമോണിയ പ്രോട്ടോകോൾ അനുസരിച്ച് അഡ്മിറ്റ് ആക്കണം. ചിലവർക്ക് ഓക്സിജൻ സാച്ചുറേഷൻ കുറവായിരിക്കും, അതായത് ബ്ലഡിൽ ഓക്സിജൻ്റെ ലെവൽ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ സപ്പോർട്ട് വേണ്ടി വരുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് വീസിംഗ് ഒക്കെ വരുന്നത്, അതായത് ബ്രോങ്കിയൽ ആസ്മ, COPD അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിന് ഈ ന്യൂമോണിയ വരുന്ന സമയത്ത് വീസിംഗ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ നെബുലൈസേഷനും നെബുലൈസേഷനും മസ്റ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒരു 3 or 4 days കൊടുത്തതിന് ശേഷം നമ്മൾ എക്സ്റേ റിപ്പീറ്റ് ചെയ്യും. അതായത് നമ്മൾ കൊടുത്ത ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് അത് കാരണം നമ്മുടെ എക്സ്റേ നോർമലായോ, എക്സ്റേയിൽ ഉണ്ടായിരുന്ന നമ്മൾ കാണുന്ന ആ കൺസോളിഡേഷൻ അല്ലെങ്കിൽ കഫക്കെട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കുറഞ്ഞിട്ടുണ്ടോ, ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കും. അതുപോലെ തന്നെ നമ്മൾ 3rd day ബ്ലഡ് കൗണ്ട് റിപ്പീറ്റ് ചെയ്യും. അതായത് ഓൾറെഡി നമ്മൾ പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്ന ദിവസം നമ്മൾ ബ്ലഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് 3rd day നമ്മൾ എത്രമാത്രം അതായത് കൗണ്ട് കൂടിയിട്ടുണ്ടോ, കൗണ്ട് കുറഞ്ഞിട്ടുണ്ടോ, നോർമലായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. അപ്പോൾ ഈ ന്യൂമോണിയ വരുന്ന പേഷ്യൻസ്, അപ്പോൾ അതായത് നിങ്ങൾക്ക് വൺസ് ഡയഗ്നോസ് ചെയ്ത് ന്യൂമോണിയ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ ഭേദമാക്കാൻ പറ്റുന്ന ഡിസീസ് തന്നെയാണ് ന്യൂമോണിയ. അപ്പോൾ നിങ്ങളങ്ങനെ നിങ്ങളുടെ ഒരു പൾമണോളജിസ്റ്റിനെ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ന്യൂമോണിയ പൂർണ്ണമായും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പൂർണ്ണമായും ഭേദമാകും. അപ്പോൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത സാഹചര്യങ്ങളിലാണ് പേഷ്യൻസിന് ന്യൂമോണിയ കൂടുന്നതും പിന്നീട് ICU അഡ്മിഷൻ വേണ്ടി വരുന്നതും സിവിയർ ന്യൂമോണിയ ആവുന്നതും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കണ്ടീഷൻസിലേക്കൊക്കെ എത്തുന്നത്, ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കൊക്കെ എത്തുന്നത്. അല്ലാതെ അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ന്യൂമോണിയ കണ്ടുപിടിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ന്യൂമോണിയ ഒരിക്കലും സിവിയർ സ്റ്റേജിലേക്ക് പോവില്ല. പിന്നെ എസ്പെഷ്യലി അതായത് ഓൾറെഡി ഇമ്മ്യൂണിറ്റി കുറഞ്ഞ പേഷ്യൻസ്, ഇപ്പം ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഒരു ക്യാൻസർ, എന്തെങ്കിലും ഒരു
അല്ലെങ്കിൽ പ്രഗ്നൻസി, അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി കുറഞ്ഞ സ്റ്റേജ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ന്യൂമോണിയ വരുവാണെന്നുണ്ടെങ്കിൽ അത് സിവിയർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഷുഗർ വാല്യൂസ് ഒക്കെ ഹയർ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ, കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂമോണിയ, അതായത് ഇൻഫെക്ഷൻ കുറഞ്ഞു വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് സിംറ്റംസ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെയുള്ള പനി, ചുമ, ശ്വാസം മുട്ടൽ, കഫക്കെട്ട്, അതുപോലെ കഫത്തോടു കൂടിയുള്ള ചുമ, അല്ലാതെ തന്നെ ഡ്രൈ കോഫ്, ക്ഷീണം, വിശപ്പില്ലായ്മ, അങ്ങനെ ഇതിലേതെങ്കിലുമൊക്കെ സിംറ്റംസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അർജൻറ്റായിട്ട് ഡോക്ടറെ കാണിച്ച്, പൾമനോളജിസ്റ്റിനെ കാണിച്ച് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂമോണിയ സിവിയർ ആവുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ന്യൂമോണിയ വന്നു കഴിഞ്ഞു, അതായത് ന്യൂമോണിയ വന്നു കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ന്യൂമോണിയ ഭേദമാകുമ്പോൾ പൂർണ്ണമായിട്ടും ന്യൂമോണിയ എക്സ്റേയിൽ നിന്ന്, അതായത് ആ എക്സ്റേയിലെ ലീഷൻ പൂർണ്ണമായിട്ടും ഭേദമാവുന്നതാണ് നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് കൊണ്ട്. അപ്പോൾ വലിയ ന്യൂമോണിയയുടെ കേസസൊക്കെ ആണെങ്കിൽ, അപ്പം ചിലർക്ക് കുറേ കാലങ്ങളായിട്ടുള്ള ഒരു കൺസോൾട്ടേഷനാണ് എക്സ്റേയിൽ വരുന്നതെങ്കിൽ, അപ്പോൾ അവർക്ക് ചില സമയത്ത് ആ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ വരുമ്പോൾ ചെറിയൊരു ചുമ മാത്രമേ കാണത്തുള്ളൂ, ഡ്രൈ കോഫ് മാത്രമേ കാണത്തുള്ളൂ, കുറേ നാളായിട്ട് ചുമ കാണും. അപ്പം എക്സ്റേ എടുത്തിട്ടുണ്ടാവില്ല അതിന് മുന്നേ. അപ്പോൾ എക്സ്റേ എടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കൺസോൾട്ടേഷൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കേസസിൽ നമുക്കിപ്പം കഫമില്ലാത്ത കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്താലും, കൾച്ചർ ടെസ്റ്റ് ചെയ്താലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട്സ് ഒന്നും കിട്ടത്തില്ല. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യേണ്ടി വരും. CT സ്കാൻ എടുത്തതിന് ശേഷം ബ്രോങ്കോസ്കോപ്പി, അതായത് അത് ഇപ്പോഴും, അതായത് കുറേ നാൾ സിംറ്റംസ് ഉള്ള പേഷ്യൻസിനും വലിയ ലീഷൻസ് ഉള്ള പേഷ്യൻസിനും കഫത്തിൽ ടെസ്റ്റ് നെഗറ്റീവായിട്ട് വരുന്ന പേഷ്യൻസിനുമാണ് നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ട് ബാൽ വാഷിംഗ് എന്ന് പറയും, അതായത് ശ്വാസകോശത്തിനകത്തു നിന്നുള്ള സാമ്പിൾ നമ്മൾ എടുക്കും. സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ കൾച്ചറായിരിക്കും